നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് മോഡ്യൂളാണ്. കറണ്ട് അഫയേഴ്സ് മോഡ്യൂൾ എപ്പോഴും പരീക്ഷയുടെ ഏറ്റവും ഒരു ലാസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത് കൂടുതൽ മെമ്മറൈസ് ചെയ്യാനുള്ളതാണ്. കുറേ ഈവൻറ്റ്സ് ആണ്, അത് കുറേ മെമ്മറൈസ് ചെയ്യാനുള്ളതാണ്. പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള വല്ല പ്രോജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പഠിക്കാനുള്ളതാണെങ്കിൽ നിങ്ങളത് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് വായിക്കണം. അല്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ കറണ്ട് അഫയേഴ്സ് പ്രിലിംസിന് 5 മാർക്കോളം മാത്രമേ വരുന്നുള്ളൂ. മെയിൻസിന് പോകുമ്പോൾ അതിൻ്റെ കുറച്ച് ക്രൈറ്റീരിയ കൂടും, 10 മാർക്ക്. അവിടെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നിങ്ങൾ ഒരു ദിവസത്തിൻ്റെ പകുതിയോ ഒന്നും കറണ്ട് അഫയേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യരുത്. കാരണം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ PDF വരുന്നു, അത് വായിക്കാൻ തന്നെ നിങ്ങളൊരു 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും ദയവ് ചെയ്ത് സ്പെൻഡ് ചെയ്യരുത്. പൊതുവേ അതെല്ലാം ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കുക. ഓക്കെ, വളരെ എളുപ്പമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ആ പ്രോസസ്സിലുണ്ടാവും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതൊരു മെമ്മറൈസ് ചെയ്യേണ്ട സംഭവങ്ങളാണ്. ഇത് മാറിക്കൊണ്ടേയിരിക്കുമല്ലോ. ഇത് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതിൽ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകും. ഓക്കെ, കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണ്, എക്കണോമിക്സ് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണ്, ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണ്. ഇംഗ്ലീഷ് ഒരളവിൽ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് തന്നെയാണത്. കാരണം അതിൻ്റെ ഒരുപാട് റൂൾസും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇംഗ്ലീഷിൽ നമുക്ക് അത്രയും ഒരു എക്സ്പെർട്ടൈസ് വരുള്ളൂ. പിന്നെ നോക്കുമ്പോൾ വേറെ ഏതാണ്? ജോഗ്രഫി കുറച്ച് ഫാക്ട് ഓറിയൻറ്റഡ് ആണ്, പക്ഷേ അതും കുറേ കണക്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ വെസ്റ്റർലി വിൻഡ് അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ ലോജിക്കലി കണക്ട് ചെയ്യാനുണ്ട്. ഇതൊക്കെ നമ്മുടെ മെയിൻ ടോപ്പിക്സ് ആണ്. അവിടെ നിങ്ങൾ നല്ല രീതിയിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യൂ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ റോട്ട് ലേണിംഗ് എന്ന് പറയും, ജസ്റ്റ് മെമ്മറൈസിങ് ദ ഫാക്ട്. പിന്നെ നമ്മൾ പഠിക്കുന്ന ഈ ഗവൺമെൻറ് പ്രോജക്ട്സിലൊക്കെ ഏതെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇത് നമ്മുടെ ബ്ലോഗിലാണുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ ഞാനിത് എങ്ങനെയാണിത് നോളജ് ബേസിൽ സെലക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാത്തത്. ഓക്കെ, സോ ഡയറക്റ്റായിട്ട് നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോകാം. സോ അടുത്തിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു കായലിന് കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും നീളമേറിയ പാലം ഏത് 2 പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? വൈക്കം തവണക്കടവ്, അരുകുറ്റി പെരുമ്പളം ദ്വീപ്, കുമ്പളങ്ങി പെരുമ്പടപ്പ്, എറണാകുളം വൈപ്പിൻ. ഏതാണ്? അരുകുറ്റി പെരുമ്പളം ദ്വീപ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? വേമ്പനാട് കായലിന് കുറുകെ അരുകുറ്റി പഞ്ചായത്തിനെയും പെരുമ്പളം ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ്. കേരളത്തിൽ ഒരു കായലിന് കുറുകെയുള്ള ഏറ്റവും നീളമേറിയ പാലം കൂടിയാണത്. ഓക്കെ, 2026 മാർച്ച് 7 ആലപ്പുഴയിൽ മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്തു. ഇത് ജസ്റ്റ് ഒരു നോളജാണ്. ഇൻഫ്രാസ്ട്രക്ചർ, കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിൻ്റെ ഒരു ഭാഗമാണിത്, അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. പിന്നെ ഇത് മനസ്സിലാക്കാതെ ഇതിൽ വേറൊന്നുമില്ല. അരുകുറ്റി പെരുമ്പളം ദ്വീപ്. ഓക്കെ, അവിടെയാണ് ഏറ്റവും നീളം കൂടിയ കായലിന് കുറുകെയുള്ള ഒരു പാലം. കേരളത്തിൽ 4 വർഷം ബിരുദ വിദ്യാർത്ഥികൾക്ക് നൂതന കോഴ്സുകൾ ഉൾപ്പെടുത്തി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതേതാണ്? കെ ലേൺ, ഇ വിദ്യ, നബ്മിത്ര, കെ ഡാറ്റ. ഓക്കെ, സോ ഇതിലെല്ലാം ഉണ്ട്. കെ ലേൺ ആണത്. ഓക്കെ, സോ കെ ലേൺ എന്നുള്ളൊരു അവരുടെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആയിട്ടുള്ള കോഴ്സുകൾ അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്വയമേവ പഠിക്കാം. അത്രയേ ഉള്ളൂ. അതാണ് അതിൽ കെ ലേണിൻ്റെ പ്രത്യേകത. ഓക്കെ, ഒരുപാട് ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോമാണ്. 3, മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി 500 മീറ്റർ അകലെ നിന്ന് കൃത്യതയോടെ മയക്കുവെടി വെക്കാൻ ശേഷിയുള്ള പുതിയ ഡ്രോൺ സിസ്റ്റത്തിൻ്റെ പേരെന്താണ്? ഓക്കെ, യെസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. എന്താണ്? കാരണം ഫോറസ്റ്റ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വലിയൊരു അനുഗ്രഹമാണത്, അല്ലേ? കാരണം അവർ ഒരു വന്യമൃഗത്തിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇത്ര ദൂരത്തിൽ നിന്ന് മാത്രമേ വെടിവെക്കാൻ പറ്റുള്ളൂ എന്നില്ല. കാരണം 500 മീറ്റർ അകലെ നിന്ന് ഡ്രോൺ വഴി സംവിധാനം ഹെൽപ്പോടുകൂടി നമുക്ക് മയക്കുവെടി വെക്കാനുള്ളൊരു സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പേര് ഗജാസ്ത്രം എന്നാണ്. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഡ്രോൺ സിസ്റ്റമാണത്, ഗജാസ്ത്രം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പ്രവർത്തനക്ഷമമായ ഓഷ്യൻ തേർമൽ എനർജി കൺവേർഷൻ പവർ ഡീസാലിനേഷൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് എവിടെയാണ്? ഓക്കെ, ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പവർ ഡീസാലിനേഷൻ. അപ്പോൾ ശരിക്കും അതിൻ്റെ ഇംഗ്ലീഷിൽ തന്നെ ആ മീനിങ് ഉണ്ട്. ഡീസാലിനേഷൻ എന്താണ്? ഉപ്പുവെള്ളത്തിന് കുടിവെള്ളമാക്കി മാറ്റുക എന്നുള്ളതാണ്, ഒരു പ്രോസസ്സാണ് ഡീസാലിനേഷൻ. അത് എവിടെയാണ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലൊരു സംവിധാനം? അത് ലക്ഷദ്വീപിലാണ്. ഓക്കെ, സോ ഇത് സെൻട്രൽ ഗവൺമെൻറ് താഴെ വരുന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രവർത്തനക്ഷമമായ ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പവർ ഡീസാലിനേഷൻ പ്ലാന്റ് ലക്ഷദ്വീപിൽ. സമുദ്രജലത്തിൽ നിന്നും കുടിവെള്ളവും വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഒരു പ്ലാന്റാണിത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ,
2026 2020 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് സഞ്ജു സാംസൺ. ഓക്കെ, ഞാൻ ഇത് ഒരു തവണ വായിച്ചിട്ട് രണ്ടാം തവണ വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിൽ ഇതെല്ലാം കയറും, ഈ ഡേറ്റ കയറും. ഓക്കെ, അതിനാണ് ഞാൻ റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. കാരണം ഇതിൽ കോൺസെപ്റ്റ് ഇല്ല. ഇപ്പോൾ മാത്ത് ഒരു ആപ്റ്റിറ്റ്യൂഡ് മാത്ത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ഇരുന്ന് സോൾവ് ചെയ്യണം. അത് നമുക്കൊരു സ്കില്ല് വേണം അല്ലേ? ഇത് അങ്ങനെയല്ല, ജസ്റ്റ് മെമ്മറൈസിങ് ആണ്, അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് നിങ്ങൾ ചിലപ്പോൾ 1, 2, 3 മണിക്കൂറുള്ള ക്ലാസ്സുകളായിട്ട് പല ആൾക്കാരും തരുന്നുണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ തന്നെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് പറഞ്ഞത്, നിങ്ങൾക്കൊരു ഗൈഡൻസ് ആണ് ഞങ്ങൾ നൽകുന്നത്. നിങ്ങളെ എല്ലാം വന്ന് സ്പൂൺ ഫീഡിങ് അല്ല ചെയ്യുന്നത്. എല്ലാ മെറ്റീരിയൽസ് ഒക്കെ ഞങ്ങൾ അവൈലബിൾ ആക്കും. ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, ഒരു ഡിജിറ്റൽ ലൈബ്രറിയാണ് pscmithod.com. ബ്ലോഗിൽ കുറേ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഞങ്ങളുടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാക്കേജ് പർച്ചേസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ കംപ്ലീറ്റ് ആ ഡിജിറ്റൽ ലൈബ്രറി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവിടെ ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഭാവിയിൽ ഒരുപാട് ആർട്ടിക്കിൾസ് വരും. ഇത് ഫ്രീ ആണ് ബ്ലോഗ്. ഓക്കെ, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ 2026 അക്ഷര പുരസ്കാരം UK കുമാരന് ലഭിച്ചത് ഏത് നോവലിനാണ്? മായാമനുഷ്യൻ, തക്ഷൻ കുന്ന് സ്വരൂപം, റാം കെയർ ഓഫ് ആനന്ദി, പെൻഗ്വിനുകളുടെ വൻകരയിൽ. ഇതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മായാമനുഷ്യൻ ഒരു പ്രത്യേകതയുണ്ട്, അതിനൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. പെൻഗ്വിനുകളുടെ വൻകരയിൽ നിന്നും ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളിനെ കുറച്ച് ട്വിസ്റ്റ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് ഈ ചോദ്യം എന്താണ്? തക്ഷൻ കുന്ന് സ്വരൂപമാണ് UK കുമാരൻ രചിച്ച നോവല്. അത് ഏതാണ്? അക്ഷര പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ മെമ്മറൈസ് നല്ല രീതിയിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മായാമനുഷ്യൻ നോക്കണം, എന്തിനാണ് അതിന് അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഉത്തരാഖണ്ഡിന് ശേഷം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, ആസാം, കർണാടക. ആരായിരിക്കും യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കേണ്ടത്? ഗുജറാത്ത് ആയിരിക്കും, ഉറപ്പല്ലേ? യെസ്, ഗുജറാത്ത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസർമാരുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന 1.2 ലക്ഷത്തിലധികം പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ സെബി, അതായത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഓക്കെ, സെബി അല്ലേ, ഉപയോഗിച്ച AI സിസ്റ്റത്തിൻ്റെ പേരെന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? സുജ്വിക, സി വിജിൽ, സുദർശൻ, ബോധ്. ഏതാണ്? സുദർശൻ. ഇത് തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്നു. കാരണം കുറച്ച് കാലത്തിന് മുമ്പ് ഈ ഒരുപാട് ഇൻഫ്ലുവൻസർമാർ നിങ്ങൾ ഈ സ്റ്റോക്ക് വാങ്ങൂ, പിന്നെ ഈ സമയത്ത് വിൽക്കൂ എന്ന് പറഞ്ഞ ഒരുപാട് ഇൻഫർമേഷൻസ് ആൾക്കാരുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് ഇൻഫ്ലുവൻസർമാർ പറയുന്നതനുസരിച്ചിട്ട് കുറേ ആൾക്കാർ കുറേ സ്റ്റോക്ക് വാങ്ങിക്കൂട്ടി. അവരുടെ പണം മൊത്തം നഷ്ടമായി. കാരണം അത് സ്റ്റോക്ക് മേലെ കയറുന്നതിന് പകരം ഒറ്റയടിക്ക് താഴെ പോയി. ഓക്കെ, അപ്പോൾ ഇതൊന്നും കറക്റ്റ് സ്റ്റഡി ചെയ്യാണ്ട് കുറേ വെറുതെ വായി തോന്നിയമാതിരി എന്തെങ്കിലും വിളിച്ച് പറയുമല്ലോ കുറേ ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കംപ്ലീറ്റ് പോസ്റ്റുകളും റിമൂവ് ചെയ്തു. അതിന് യൂസ് ചെയ്ത AI സിസ്റ്റം, അതാണ് സുദർശൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണം, ഇപ്പം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവണം അല്ലേ? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസർമാർ നൽകിയ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഈ ഒരു രീതിയിൽ തന്നെയാണ്. നിങ്ങൾ ആ സ്റ്റോക്ക് വാങ്ങും, ഇപ്പോൾ വിൽക്കൂ, മറ്റേ സ്റ്റോക്ക് വാങ്ങും, കുറച്ച് കഴിഞ്ഞിട്ട് വിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യും. പക്ഷേ മാർക്കറ്റ് അൺപ്രഡിക്റ്റബിൾ ആണ്. പിന്നെ കേരളത്തിലെ ആദ്യത്തെ NVIDIA AI ഫാക്ടറി, വീണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സ്ഥാപിച്ചത് എവിടെയാണ്? എവിടെയായിരിക്കും? കേരളത്തിൽ ടെക്നോ പാർക്ക് തിരുവനന്തപുരം, സൈബർ പാർക്ക് കോഴിക്കോട്, സ്മാർട്ട് സിറ്റി കൊച്ചി, ഇൻഫോ പാർക്ക് തൃശ്ശൂർ. സോ ഇതിൽ ഓൾമോസ്റ്റ് ഉള്ള പ്രധാനപ്പെട്ട കേരളത്തിലുള്ള എല്ലാ പാർക്കുകളുടെയും ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെവിടെ സ്ഥാപിച്ചത്? സ്മാർട്ട് സിറ്റി കൊച്ചി. സോ കൊച്ചിയാണ് മേജർ ഹബ്ബ് അല്ലേ ടെക്കിൻ്റെ. പിന്നെ തിരുവനന്തപുരം ഉണ്ട്, പക്ഷെ എന്നാലും കൊച്ചി എപ്പോഴും ഒരു അപ്പർ ഹാൻഡിൽ നിൽക്കും. അവിടെ തിരുവനന്തപുരത്തുണ്ട്, അതേമാതിരി കോഴിക്കോടിലും ഉണ്ട്, പക്ഷെ എന്നാലും സ്മാർട്ട് സിറ്റി കൊച്ചി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, പക്ഷേ എപ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല. പുതിയ ചില സമയത്ത് വീണ്ടും ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ചിലപ്പോൾ തിരുവനന്തപുരത്ത് വരാം. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. NVIDIA AI ഫാക്ടറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NVIDIA എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഏറ്റവും ചിപ്പ് ഡിസൈനിങ് അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ടെക്നോളജീസ് ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ AIൻ്റെ ഇപ്പോഴുള്ള ഒരു തരംഗം കൊണ്ടുവരുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചൊരു കമ്പനിയും കൂടിയാണ് NVIDIA. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ലാർജ് സ്കെയിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലാർജ് സ്കെയിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഇന്നത്തെ കാലത്ത് വളരെ റിലവൻ്റ് ആണ്. കാരണം ആൾക്കാർ എന്താണ്, ഇന്ന് കാറുകൾ വരെ ഇലക്ട്രിക് കാറുകളാണ് കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് വെരി റിലവൻറ്റ്. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എവിടെയാണ്? ബ്രഹ്മപുരം, എറണാകുളം, മയിലാടി, കാസർഗോഡ്,
കഞ്ചിക്കോട്, പാലക്കാട്. മയിലാടി കാസർഗോഡാണ് ലാർജ് സ്കെയിൽ ബാറ്ററി എനർജി സിസ്റ്റം ഓക്കെ സ്ഥിതി ചെയ്യുന്നത്. എൻ പ്രഭാകരൻ രചിച്ച 2025 മികച്ച മലയാള നോവലിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ ഏതാണ്? മുമ്പ് നമ്മൾ ഏതാണ് കണ്ടത്? തക്ഷൻ കുന്ന് അല്ലേ? ഇതേതാണ്? റാം കെയർ ഓഫ് ആനന്ദി, പെങ്കുനുകളുടെ വൻകരയിൽ, മായാമനുഷ്യൻ, തക്ഷൻ കുന്ന് സ്വരൂപം. ഇതാണ് മായാമനുഷ്യൻ. എ പ്രഭാകരൻ ഓക്കെ, സോറി എൻ പ്രഭാകരൻ. മറ്റേത് യു കുമാരൻ, അങ്ങനെയല്ലേ? നമുക്കൊന്ന് നോക്കണം ഇത്. നോക്കാം. യു കെ കുമാരൻ. ഓക്കെ, അപ്പം എല്ലാം ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച ഹോപ്പ് ചികിത്സാ സംവിധാനത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? അപൂർവ ജനിതക രോഗങ്ങൾ ചികിത്സിക്കുക ആണോ? അല്ല. ഗുരുതരമായ ഹൃദയ പരാജയം, ക്രിട്ടിക്കൽ ഫെയിലിയർ സംഭവിച്ച രോഗികൾക്ക് പരിചരണം നൽകുക. യെസ്, ഇതാണ് അതിൻ്റെ ഉത്തരം. ഹോപ്പ് പദ്ധതി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കൂ. ഇതിലെന്താണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച പ്രത്യേക ചികിത്സാ സംവിധാനമാണ് ഹോപ്പ്. ഗവൺമെൻറ് റിലേറ്റഡ് ആണ്. ഓക്കെ, സോ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അടുത്ത IUCN ഓക്കെ, സ്പീഷ്യസ് സർവൈവൽ കമ്മീഷൻ്റെ ഗ്ലോബൽ ഓഫീസ് കോർഡിനേറ്റർ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റീസെൻ്റ്ലി സംഭവിച്ചതാണ്. അതുകൊണ്ട് ആരാണ്? ഡോക്ടർ ധനേഷ് ഭാസ്കർ. എഗെയിൻ ഇത് കോൺസെപ്റ്റ് ഒന്നുമല്ല, പഠിച്ചു വയ്ക്കുക, അത്രയേ ഉള്ളൂ. ഡോക്ടർ ധനേഷ് ഭാസ്കർ, വയനാട് സ്വദേശിയായ ഡോക്ടർ ധനേഷ് ഭാസ്കർ IUCN സ്പീഷ്യസ് സർവൈവൽ കമ്മീഷൻ്റെ ഗ്ലോബൽ ഓഫീസിൽ കോർഡിനേറ്ററായി നിയമിതനായ ആദ്യ ഏഷ്യക്കാരനായി മാറി. സംസ്ഥാനത്തെ 86% സ്കൂളുകളിലെയും പുകയില വിമുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണോ? കേരളം അങ്ങനെ ഒരു നേട്ടം കൈവരിച്ചോ? ചോദ്യചിഹ്നമാണ്. കേരളമല്ല, മേഘാലയ. ഓക്കെ, അതും ചെറിയൊരു സംസ്ഥാനമാണ്. പാസഞ്ചർ ട്രെയിനുകൾ വഴി കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നത് തടയാൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് നടപ്പിലാക്കിയ സംയുക്ത ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഊർജ സുരക്ഷ ആയിരിക്കില്ല, ഓപ്പറേഷൻ നാർക്കോസ്. കേൾക്കുമ്പോൾ അതാണ് ഒരു കുറച്ചും കൂടി പഞ്ച് ഉള്ളത്. യെസ് അല്ലേ? ഓപ്പറേഷൻ നാർക്കോസ്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഗസ് ചെയ്ത് കണ്ടുപിടിക്കാം അല്ലേ? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അത് തന്നെയാണ്. കരിയറിൽ 900 ഗോളുകൾ എന്ന നാഴികക്കല്ല് പിന്നിടുന്ന ചരിത്രത്തിലെ രണ്ടാമത്തെ ഫുട്ബോൾ താരം ആരാണ്? നെയ്മർ, എംബാപ്പെ, ഇതെല്ലാവർക്കും അറിയും, ഉറപ്പാണ്, എല്ലാവർക്കും അറിയും അല്ലേ? ആരാണ്? ലയണൽ മെസ്സി. ഇത് ആദ്യത്തെ ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. ഓക്കെ, ഇത് ഇപ്പം കേരളത്തിലുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ലോകത്തിലെ 20 സീറോ വേസ്റ്റ് നഗരങ്ങളുടെ ഐക്യരാഷ്ട്രസഭയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം ഏതാണ്? ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഒരു ടൂറിസ്റ്റ് സെൻറ്ററും കൂടിയാണ്. ഓഫ് കോഴ്സ് ആലപ്പുഴ ടൂറിസ്റ്റ് സെൻ്ററാണ്, വർക്കലയും ടൂറിസ്റ്റ് സെൻ്ററാണ്, മൂന്നാറും എല്ലാം ടൂറിസ്റ്റ് സെൻ്ററാണ്. പക്ഷേ ഇതൊരു ക്ലിഫ് ഉള്ള സ്ഥലമാണ്. ഓക്കെ, സോ കിട്ടി, വർക്കല. ദാറ്റ് ഈസ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് ആഗോളതലത്തിൽ UN 20 സീറോ വേസ്റ്റ് മാനേജ്മെൻറ്റ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരമാണ് വർക്കല. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇത് എല്ലാവർക്കും അറിയാം. കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ആളും കൂടിയാണ് വൈരമുത്തു. യെസ്, ഇനി ഇതിൽ നമ്മൾ നിൽക്കുന്നില്ല, കുറേ ചോദ്യങ്ങളുണ്ട്. ഇത് ബാക്കിയുള്ളത് നിങ്ങൾ വായിക്കുക. ഓക്കെ, നിങ്ങൾ വായിച്ച് കാരണം അത്രയും ചോദ്യമുണ്ട്. ഞാനിത് ഡിസ്കസ് ചെയ്യാൻ പോയാൽ മേ ബി ഞാനോ അവരുമാതിരി 2-3 മണിക്കൂറൊക്കെ ഇതിൽ ഇരിക്കേണ്ടി വരും. നിങ്ങൾ ഒരു തവണ വായിക്കുക, ഇത് 2ാമത്തെ തവണ വായിക്കുക, 3ാമത്തെ തവണ വായിക്കുക. 3ാമത്തെ തവണ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഓക്കെ ഇതാണ് ഉത്തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി കളയാം. അങ്ങനെ അൾട്രാ ഫാസ്റ്റിൽ പോകും. ഓക്കെ, ഇതേമാതിരി ഇനിയും കുറേ ബാച്ചസ്, ഒരു 6-7 ബാച്ചസ് ഞങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് അതിൻ്റെ ഉള്ളിൽ നിന്നേ വരാൻ പോകുന്നുള്ളൂ. ഇതാ നിങ്ങളെ ഗൈഡ് ചെയ്യുക, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മെറ്റീരിയൽസ് തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം ഇതിൽ ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇതിരുന്ന് ഓരോന്നിരുന്ന് വായിച്ച് ഒരു 2 തവണ നിങ്ങൾ 2 റീഡിങ്സ് പോകുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ കയറും, ഓട്ടോമാറ്റിക്കായിട്ട് കയറും, അത് മറക്കില്ല നിങ്ങൾക്ക്. ഓക്കെ,
സോ അത് ചെയ്യുക. പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഞങ്ങൾ അടുത്ത ബാച്ച് ഇപ്പോൾ നമ്മൾ അടുത്തെത്തിയല്ലോ, പ്രിലിംസിനെത്തിയല്ലോ. മെയിൻസിന് വരുന്ന സമയത്ത് ഞങ്ങളത് ടെസ്റ്റുകളായിട്ട് പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ ചെറിയ സ്മോൾ ടെസ്റ്റായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓരോ ടെസ്റ്റ് എടുക്കുമ്പോഴും അതിലൊരു 30 ചോദ്യങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും.